എന്താണ് ഈ ക്രിസ്മസിൽ ലഭിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം? അത് ദൈവത്തിൻ്റെ നിരുപാധിക സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറയ്ക്കുന്നതാണ്. ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം അനാവരണം ചെയ്യുമ്പോൾ അത് സ്നേഹമാണ് എന്ന് കാണുവാൻ കഴിയും. ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സമയമാണ്. എന്നാൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ബഹുവർണ്ണ അലങ്കാരങ്ങൾ, പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ, കേക്കുകൾ, ഒത്തുചേരലുകൾ, ഭക്ഷണങ്ങൾ, സമ്മാനങ്ങൾ നൽകൽ എന്നിവയ്ക്കിടയിൽ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം മറന്നുപോകരുത്. ദൈവത്തിൻ്റെ പരിധികളില്ലാത്ത, മായമില്ലാത്ത, നിരുപാധികമായ നിത്യസ്നേഹം ഓർമ്മിക്കേണ്ട സമയമാണിത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ ക്രിസ്തുമസിൻ്റെ സാരമായ അർത്ഥം ഇത് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യമായ സ്വർഗീയ ജീവൻ നമുക്ക് ലഭിക്കുവാൻ കഴിയേണ്ടതിന് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപപരിഹാര യാഗമായി തീർന്നു. അത്രമാത്രം ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഈ വാക്കുകൾ ദൈവസ്നേഹത്തിൻ്റെ ആഴവും എല്ലാവർക്കും ലഭ്യമായ രക്ഷയുടെ ദാനവും വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ആർക്കും പ്രാപിക്കുവാൻ കഴിയും. അത് നമ്മുടെ പ്രകടനത്തെയോ യോഗ്യതയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അത് നമ്മുടെ കുറവുകൾക്കും ബലഹീനതകൾക്കും അപ്പുറം നമ്മെ നന്നായി കാണുവാൻ കഴിയുന്ന ദൈവസ്നേഹമാണ്. ഉള്ളിൽ നിന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയുള്ള ദൈവസ്നേഹം. യേശു ക്രിസ്തുവിൻ്റെ ജനനം കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഓർമ്മപ്പെടുത്തലുകളാണിത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് രക്ഷയും നിത്യജീവനും ദൈവവുമായുള്ള ബന്ധവും സ്ഥാപിക്കപ്പെടുന്നു. ഈ ക്രിസ്തുമസ് ദൈവസ്നേഹത്തിൻ്റെ സമ്മാനം അതിൻ്റെ പരിവർത്തന ശക്തിയിൽ അനുഭവിക്കാം. ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കണം. അതിൻ്റെ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്ന് ഇറങ്ങട്ടെ. വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് ഈ ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം അറിയിക്കുക. രക്ഷ എന്ന ദൈവിക ദാനം സ്വീകരിക്കുക. അതിൻ്റെ മഹത്വം അറിയിക്കുക. ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പൊതിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ക്രിസ്മസ് ആത്മീയ നവീകരണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തിൻ്റെയും ദിവസങ്ങളാകട്ടെ. യേശു നമ്മുടെ ഏകരക്ഷിതാവാണ്. അവൻ രാജാതി രാജാവായി വേഗം മടങ്ങി വരും. അതിനായി നമുക്ക് ഒരുങ്ങാം. ഗോഡ് ബ്ലസ് യു.